Can you hear me? Okay. ഇപ്പോൾ എല്ലാവർക്കും ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ ഇപ്പൊ കോവിഡ് ലൈഫിലോട്ട് നമ്മൾ എന്ത് ചെയ്തപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനും ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനാണ്, മാത്രമല്ല ഭയങ്കര എക്സൈറ്റ്മെന്റോടെ നമ്മൾ ഫ്രഷേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫ്രഷേഴ്സ് ഡേയുടെ ഒരു ഡേ വന്നപ്പോൾ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവരും ഭയങ്കര ചർച്ചയാണ്. എന്തൊക്കെ ചെയ്യണം, ഡാൻസ്, പിന്നെ പാട്ട്, എല്ലാവരും ഭയങ്കര ചർച്ചയാണ്. അപ്പം അങ്ങനെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അവർ പറഞ്ഞപ്പോഴാണ് നമ്മുടെ ശിവാനിയെ പ്രോഗ്രാമിൽ ചേർക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റത്തില്ല, പാട്ട് പാടാൻ പറ്റത്തില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പോഴാണ് പിള്ളേർ പറഞ്ഞു, പിന്നെ കല്യാണിമാവും പറഞ്ഞു, ശിവാനി എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും ചെയ്യണം പ്ലീസ്. കാരണം അങ്ങനെ നമ്മൾ അങ്ങനെ ഇപ്പം അങ്ങനെ നമ്മൾ പരിപാടി നമ്മൾ മാറി നിൽക്കുന്നതൊന്നും ശരിയല്ലല്ലോ. പക്ഷെ ഇവരിത്രയും പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായെന്നാ പറയുമ്പോൾ, ഞാനിപ്പോൾ കോളേജിൽ വരുമ്പം ഇവർ പ്രോഗ്രാമിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് അവരെന്നെ ആക്സെപ്റ്റ് ചെയ്തു. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങനെ ഒരു സ്റ്റേജിൽ പരിപാടി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇവിടെ എനിക്കറിയാം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കുറേ വീഡിയോസൊക്കെ ഡിസബിലിറ്റി വില്ലേജും പിന്നെ അവയർനെസ് ഒക്കെ വൈഫ് ചെയ്തൊക്കെ എല്ലാവരും വർക്കുന്നത് എനിക്കറിയാം. പക്ഷെ ഞാനിപ്പോൾ എല്ലാവരും വർപ്പിക്കും. പിന്നെ എനിക്ക് എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. ഒരു കുഞ്ഞു പ്രോഗ്രാമാണ്, ലൈക്ക് വലിയതായിട്ട് ചിന്തിക്കണ്ട. പിന്നെ ഇവിടെ എൻ്റെ ലൈഫിലെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ പോകും. അത് ഫണ്ണായിട്ട് എടുത്താൽ മതി കേട്ടോ. പിന്നെ എല്ലാവർക്കും അറിയാം ഐ വിൽ ഞാൻ വെച്ചാൽ നമുക്ക് എനിക്ക് എല്ലാവരും പറയുന്നത് മനസ്സിലാക്കുന്നത്. കാരണം എല്ലാവരും ഫേസ് നോക്കി എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇവിടെ മിക്കവും പറയത്തില്ല. പിന്നെ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ശിവാനി നീ ഡെഫായിരുന്നോ, ലൈക്ക് ഡെഫായിരുന്നു, അതിങ്ങനെ നീ എങ്ങനെ ആൾക്കാർ സംസാരിക്കാൻ ഫോളോ ചെയ്യുന്നു. പിന്നെ വേറെ ആൾക്കാർ ചോദിക്കും സൈൻ ലാംഗ്വേജ് എന്താണ് യൂസ് ചെയ്യാത്തത്, സൈൻ ലാംഗ്വേജ് മനസ്സിലായിരുന്നു. സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്യാത്തത് കാണുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലി എനിക്കൊരു ബ്രദറുണ്ട്. അവനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നോർമൽ സ്കൂളിലൊക്കെ പഠിച്ചതും. പിന്നെ അതുകൊണ്ട് പിന്നെ എനിക്കറിയാം ഇവിടെ സൈൻ ലാംഗ്വേജ് അറിയാവുന്ന ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലൊക്കെ അല്ലേ. അതുകൊണ്ടാണ് പിന്നെ ഇപ്പം എൻ്റെ പേരൻസ് അവർക്കൊക്കെ എപ്പോഴും എന്നെ നോർമലായിട്ട് ഉള്ള കുട്ടിയായിട്ട് കണ്ടാൽ മതി. അതുകൊണ്ടാണ് എനിക്കിവിടെ പഠിക്കാൻ പറ്റുന്നത്. കാരണം എൻ്റെ പേരൻസ് കാരണമാണ് എനിക്ക് ഒരു നിലയിലെത്താൻ പറ്റിയത്. പിന്നെ ഞാൻ ഡിഗ്രി ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. അത് ഫണ്ണായിട്ട് എത്താം. ഓക്കെ, ഞാൻ 11th പഠിക്കുമ്പോൾ എൻ്റെ സാർ ക്ലാസ് എടുക്കുമായിരുന്നു. അതായത് സാർ ഈ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ സാറിൻ്റെ മുഖത്ത് നോക്കിയിരിക്കുക. അപ്പോൾ സംസാരിച്ചതിന് സാർ പറഞ്ഞു സാർ ഞാൻ പറഞ്ഞു അന്വേഷിച്ച് സംസാരിക്കുമെന്ന്. അപ്പോൾ അന്വേഷിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ അപ്പത്തേക്ക് മുട്ടി പറഞ്ഞു അതൊരിക്കലും സംസാരിക്കത്തില്ലല്ലോ, അതെങ്ങനെയാണ്? സാർ പറഞ്ഞു നിന്റെ വീട്ടിൽ തന്ത സംസാരിക്കത്തില്ല. ഞാൻ തന്ത സംസാരിക്കത്തില്ല. ഞാൻ ഇങ്ങനെ ഓർത്തി എന്തോ സാർ അങ്ങനെയാണോ പറയുന്നത്. ഞാനൊന്നും പിന്നിയില്ല. അപ്പോൾ സാർ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു സാർ എന്തോ മനുഷ്യനല്ല സാർ ഇങ്ങനെ തന്ത എന്നൊക്കെ പറഞ്ഞു. സാർ എൻ്റെ ശിവാനി എനിക്കറിയത്തില്ല സാർ പറഞ്ഞത് തന്നേനല്ല തത്തേനാണ് പറഞ്ഞത്. അപ്പം എനിക്ക് ചിലപ്പോൾ തിരി പോകും. അപ്പം തന്നേ അപ്പം ഞാനിങ്ങനെ അപ്പം സത്യം പറഞ്ഞാൽ സാർ എൻ്റെ അടുത്ത് പറഞ്ഞാൽ എൻ്റെ സ്വഭാവമാണ് എന്നെ. അങ്ങനെ എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സൊക്കെ പറയും ശിവാനി ആൾ ഐസ്ക്രീം ഉണ്ട്. അപ്പം ഞാൻ ഐസ്ക്രീം ഉണ്ട്. അപ്പം എന്തുവാ ഐസ്ക്രീം എന്ന് പറഞ്ഞപ്പം എക്സാമെന്ന് പറഞ്ഞത് അപ്പം എനിക്ക് മനസ്സിലായി ഐസ്ക്രീം ഉണ്ട്. അങ്ങനെ എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ഈ ഇറങ്ങി ഐസ്ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം കുട്ടികളിങ്ങനെ പറയും ചേച്ചി റോബോട്ടായിരുന്നു. ഞാൻ കൊള്ളാം. പിന്നെ വേറെ എനിക്ക് എതിരെ പിള്ളേർ കംപ്ലൈൻറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താ ചേച്ചി എയർപോർട്സ് യൂസ് ചെയ്യുക, സ്കൂളിലൊന്നും എയർപോർട്സ് യൂസ് ചെയ്യുക, ചേച്ചി ഫുൾ ടൈം പാട്ട് കേട്ടോണ്ട് നടക്കുക എന്നൊക്കെ. അപ്പം പിള്ളേരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ലൈഫെന്ന് പറഞ്ഞാൽ നിങ്ങൾ നെറ്റ്ഫ്ലിക്സിലൊക്കെ സീരീസ് മൂവീസോ കാണത്തില്ലേ? അതുപോലെ ഇപ്പം സീരീസ് മൂവീസോ ഒക്കെ കാണുമ്പോൾ സബ്ടൈറ്റിൽസ് യൂസ് ചെയ്യുമല്ലോ. പിന്നെ കൊറിയൻ ഡ്രാമാസും ഇതൊക്കെ കാണുന്നത് റൈറ്റ് ഹാൻഡ് കൊറിയൻ ഡ്രാമ ഇതൊക്കെ കാണുന്നവർ. അപ്പം നിങ്ങളെല്ലാവരും സബ്ടൈറ്റിൽസ് ഒക്കെ വെച്ചല്ലേ കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് സബ്ടൈറ്റിൽസ് ഇല്ലെങ്കിൽ കാണാൻ മനസ്സിലാവുമോ? ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ വേർഡെന്ന് പറഞ്ഞാൽ സബ്ടൈറ്റിൽസ് ഇല്ലാത്തൊരു വേർഡാണ്. അതാണ് കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ സബ്ടൈറ്റിൽസ് എപ്പോഴും വേണം. എല്ലാവർക്കും ആൾക്കാർ സംസാരിക്കുന്ന ഇത് വേണം അങ്ങനെ. പിന്നെ
ഫസ്റ്റ് ഉണ്ടായിരുന്നു ചോദിച്ചത് സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോൾ കിട്ടിയാലും എനിക്ക് അറിയില്ല. സത്യം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും ഇമാജിൻ ചെയ്തിട്ടില്ല എനിക്ക് കിട്ടുമെന്ന്. എൻ്റെ ഫാമിലി അപ്പോൾ ഈ പമ്പിയുടെ ശിവാനി ആ റിസൾട്ട് വന്ന ദിവസം ഉണ്ടല്ലോ അന്നല്ല സെലിബ്രിറ്റി ആയി ഞാൻ നാട്ടിലെ സെലിബ്രിറ്റി ആയി എന്താ പറയുക നാട്ടിലെ സെലിബ്രിറ്റി ആയിട്ട് ഞാൻ ലോകത്ത് എത്തിച്ച് ചെയ്യുമ്പോൾ അതുകൊണ്ട് അറിയാത്ത ആക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ വരും. ഓളെ ഒരുപാട് സന്തോഷം അയ്യോ കഷ്ടപ്പെട്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വന്ന് കെട്ടിപ്പിടിക്കുന്നു ജപ്തി തരുന്നു എല്ലാം തരുന്നു അങ്ങനെ. പക്ഷേ നമ്മളൊരു നമുക്കൊരു ഡിസബിലിറ്റിയുടെ ഒരു സമയത്ത് നമുക്കൊരു റെഗുലേഷൻസ് വരും അങ്ങനെ. പിന്നെ നമുക്ക് കുറച്ച് സൈൻ ലാംഗ്വേജസ് വെച്ചാൽ സൈൻ ലാംഗ്വേജസ് എല്ലാവരും റെഡിയാണോ? ഓക്കെ. ഇത് എ നിങ്ങൾക്ക് വേണം ചെയ്യാം. എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു വൈ ഇസഡ്. കൺഫ്യൂഷൻ ആയല്ലേ? കുഴപ്പമില്ല. എൻ്റെ പേര് ഞാൻ എൻ്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് പിന്നെ സൈൻ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കണമെന്ന് അതെങ്കിലും ഞാൻ അറിഞ്ഞു. മിക്ക കുട്ടികൾക്ക് സൈൻ ലാംഗ്വേജ് പഠിക്കണം. പക്ഷേ സൈൻ ലാംഗ്വേജ് നമുക്ക് പല തരത്തിലുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യൻ, അമേരിക്കൻ, ബ്രിട്ടീഷ് പല തരത്തിലുണ്ട്. കാരണം ഇപ്പം അമേരിക്കൻ ഇപ്പം നമ്മൾ കേരളത്തിൽ നമ്മൾ മലയാളത്തിലല്ലേ സംസാരിക്കുന്നത്. അതുപോലെ പല സ്ഥലത്ത് ഇപ്പം ചൈന പോയ ചൈനീസ് അല്ലേ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതുപോലെ സൈൻ ലാംഗ്വേജസ് അങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ ഇന്ത്യനാണ് യൂസ് ചെയ്യുന്നത്. മൈ നെയിം ഈസ് SHIVANI ശിവാനി. പിന്നെ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് എന്താണെങ്കിലും കാരണം ഞാൻ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറയാം. എനിക്ക് എന്ത് വേണമെങ്കിൽ ചോദിക്കാം. കാരണം ഞാൻ എൻ്റെ കുറവുകളെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. കാരണം ഞാൻ ആരാന്ന് എനിക്കറിയാം. കാരണം എനിക്കൊരു പ്രശ്നമൊന്നുമില്ല. പിന്നെ പിന്നെ ചില സൈൻ ലാംഗ്വേജ് എനിക്കറിയാം. പിന്നെ ഇവിടെ എല്ലാവർക്കും സൈൻ ലാംഗ്വേജ് എനിക്കറിയാം. കോളേജിലെ പിള്ളേരായതുകൊണ്ട് ഒരു സൈൻ ലാംഗ്വേജ് എനിക്ക് പറയാൻ ആവശ്യമില്ല. എന്താണെന്നറിയാമോ? ഐ ലവ് യു. എല്ലാവർക്കും പല രീതിയിൽ കാണിക്കാൻ അറിയാം. പല രീതിയിൽ കാണിക്കാൻ അറിയാം. പിന്നെ നമ്മൾ ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ ഈഗോ ഭാഷകൾ കാരണം നമുക്ക് സോറി ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ സോറി പറയും. പിന്നെ ഇപ്പം ഇപ്പം നിങ്ങളുണ്ടല്ലോ ചെറിയൊരു പിന്നെ ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പം നമ്മൾ നോർമലായിട്ടുള്ള ആൾക്കാരെക്കാട്ടിലും രണ്ടിരട്ടിയാണ് സഫർ ചെയ്യുന്ന ഡിസബിളായിട്ടുള്ള ആൾക്കാരാണ്. എന്താ വെച്ചാൽ ഇപ്പം ഈ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വെച്ചാൽ കമ്മ്യൂണിക്കേഷന് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പം ഇപ്പം അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർക്കൊന്നും എന്താ ഫീൽ ചെയ്യുന്നൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെല്ലാം പറയാമെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കഴിഞ്ഞായിട്ട് ഇരിക്കുക. നമ്മളെല്ലാവരോടും നല്ല രീതിയിൽ കാരണം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നു. ഇപ്പം നമ്മൾ ഒരാൾ ദേഷ്യപ്പെട്ടാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം ചിലപ്പം വീട്ടിലൊക്കെ ആക്കിയിട്ട് വരുന്നതായിരിക്കും മിക്കവരും. അപ്പം നമ്മളെ ആൾക്കാരുടെ മൈൻഡ് വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെല്ലാവരോടും കഴിഞ്ഞായിരിക്കുക. പിന്നെ എനിക്ക് താങ്ക്സ് പറയുന്നത് എൻ്റെ ക്ലാസ്മേറ്റ്സിനോടാണ്. പിന്നെ കല്യാണം